everyone, my name is Lija Jun. Welcome to another video of mine. കഴിഞ്ഞ ദിവസം അതായത് 17/4/2024 UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ 2023 നടത്തിയ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പം നമുക്ക് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരുപാട് മലയാളികൾ ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുമ്പത്തെ വർഷത്തെയും അപേക്ഷിച്ച് ഒരുപാട് പേര് നല്ല റാങ്ക് ഇപ്രാവശ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 100-ൽ 7 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ജോബിലേക്കുള്ള ഒരു ജോബല്ല, 21-ൽ 24ഓളം കാറ്റഗറി, അതിൽ കൂടുതലുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ തസ്തികയിലേക്കുള്ള ഒരു പരീക്ഷയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാംസിൽ ഒന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് വളരെ വലിയ നേട്ടം കൈവരിച്ച് കുറേ ചുണക്കുട്ടികളായിട്ടുള്ള മലയാളികൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ വന്ന എന്നെ സ്ട്രൈക്ക് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, വായിച്ചപ്പോൾ കുറച്ച് ഇൻസ്പിറേഷണലായിട്ട് തോന്നിയ കുറച്ച് ആർട്ടിക്കിൾസ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എല്ലാ വർഷവും സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റും. ന്യൂസ് പേപ്പറിലാണെങ്കിലും ന്യൂസ് ചാനലിലാണെങ്കിലും ഒക്കെ, നേരിട്ടാണെങ്കിലും ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിലൊക്കെ പഠിക്കുന്നവർക്ക് നേരിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള സഹപാഠികൾ ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പറിൽ എനിക്ക് ഒരുപാട് പേഴ്സണലി ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാം. അത് 922 റാങ്ക് നേടിയ AK ശാരികയെ പറ്റിയിട്ടുള്ള ഈ ഒരു ചെറിയൊരു ആർട്ടിക്കിളിൽ മലയാള മനോരമ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, സ്വപ്ന ചിറകുള്ള വീൽ ചെയർ. ഇതാണ് ഈ ഒരു ക്യാപ്ഷൻ. കോഴിക്കോട് സ്വദേശിയാണ് AK ശാരിക. AK ശാരികയുടെ വീൽ ചെയറിനുള്ളത് സ്വപ്ന ചിറകുകളാണ്. ജന്മന സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയിലുള്ള ശാരികയുടെ ഇടത് കൈയിലെ 3 വിരലുകൾക്ക് മാത്രമേ ചലനശേഷിയുള്ളൂ. ആ കൈകൾ കൊണ്ട് എഴുതിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 922 റാങ്ക് ശാരിക കരസ്ഥമാക്കിയത്. ശാരികയുടെ അമ്മയാണ് ശാരികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് പോലും. അപ്പോൾ ഫിസിക്കലി അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന, അത്രയും വലിയ വെല്ലുവിളികളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് AK ശാരിക എന്ന മിടുക്കിയായ വിദ്യാർത്ഥി. അപ്പോൾ ഇത്രയ്ക്കും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും ആലോചിക്കാം. നമ്മൾ ഒരിക്കലും മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല, അത് ശരിയാണ്. പക്ഷെ ചില സമയത്ത് നമ്മളുടെ മടി എത്രത്തോളം നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കമ്പാരിസൺ ഒക്കെ നമുക്ക് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കൊരു അസസ്മെന്റ് കിട്ടും. നമ്മളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ, അത് സിവിൽ സർവീസ് സ്റ്റുഡൻസ് ആവണമെന്നില്ല, എന്ത് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയല്ല, നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില സമയത്തേക്ക് ഇതേപോലുള്ള കമ്പാരിസൺ ഒക്കെ കുറച്ച് ആവശ്യമാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. AK ശാരികയുടേത് പോലെ തന്നെ, അല്ലെങ്കിൽ ശാരികയെക്കാളും കുറച്ചും കൂടി നമുക്കൊക്കെ ഇൻസ്പിറേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വാവ് ഫീലിംഗ് കിട്ടുന്ന ഒരു കഥയുണ്ട്. അതും എൻ്റെ നാട്ടുകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അത് പാർവതി ഗോപകുമാർ എന്ന് പറയുന്നൊരു കാൻഡിഡേറ്റ് ആണ്. പാർവതിയുടെ അച്ഛനും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ 2010 സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. റോഡിൽ വീണിട്ട് പാർവതിയുടെ വലത് കൈയിലൂടെ ഒരു KSRTC ബസ് കയറിപ്പോയി. പിന്നീട് ആ കൈമുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് കൃത്രിമ കൈയൊക്കെ പിന്നീട് വെച്ചു പിടിപ്പിച്ചു. ആ ഒരു അവസ്ഥയിലും തൻ്റെ ലക്ഷ്യം കൈവിടാതെ ആ ഒരു എക്സാം എഴുതി പാസ്സായി, നല്ലൊരു റാങ്കോടുകൂടി പാസ്സായ പാർവതി ഗോപകുമാറിൻ്റെ കഥ. ഈ ഒരു കഥയുടെ ക്യാപ്ഷൻ മനോരമ കൊടുത്തിരിക്കുന്നത്, വിജയം തൊട്ടു ഇടം കൈയ, വലത് കൈ നഷ്ടമായാൽ ഇടത് കൈ, സിവിൽ സർവീസ് മോഹത്തെ പിന്നോട്ട് വലിക്കാൻ വലത് കൈ നഷ്ടമായാൽ ഇടത് കൈ, സിവിൽ സർവീസ് മോഹത്തെ പിന്നോട്ട് വലിക്കാൻ ഒരു അപകടത്തിനും കഴിയില്ലെന്ന് തെളിയിച്ചു പാർവതി ഗോപകുമാർ. ഇടത് കൈ കൊണ്ട് പരീക്ഷ എഴുതി പാർവതി നേടിയത് 282 റാങ്ക്. ഡെപ്യൂട്ടി തഹസിൽദാരായ അച്ഛൻ KS ഗോപകുമാറിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ 2010 ഡിസംബർ 23-നാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാർവതി ഈ ഒരു അപകടത്തിൽ പെടുന്നത്.
നിയന്ത്രണം വിട്ടെത്തിയ കാറ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. താഴെ വീണ പാർവതിയുടെ വലത് കൈയിലൂടെ പിന്നാലെ എത്തിയ KSRTC ബസ് കയറി. കൈമുട്ടിന് താഴെ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ചെന്നിത്തല നവോദയ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അപകടം. തൻ്റെ ശരീരത്തിലെ ഒരു ഇൻറ്റഗ്രൽ പാർട്ട്, അതൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അവയവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും പരീക്ഷ എഴുതണമെങ്കിൽ നമുക്ക് കൈ വേണം, ജോലി ചെയ്യണമെങ്കിൽ കൈ വേണം, എന്ത് കാര്യത്തിനും നമുക്ക് കൈ വേണം. അതും വലത് കൈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ കൈ നഷ്ടപ്പെടുകയാണ്. പിന്നീട് തൻ്റെ മോഹം നേടിയെടുക്കാൻ വേണ്ടി, തൻ്റെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇടത് കൈ ഉപയോഗിച്ച് പരീക്ഷ എഴുതി 282 അല്ലേ, അതെ 282ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രശംസിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അല്ല, ഇത്രയും ലക്കി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഓർഗൻസിൻ്റെ ഒന്നും ഒരു കുഴപ്പവുമില്ല. കൈയുണ്ട്, കാലുണ്ട്, പഠിക്കാൻ വായിക്കാൻ എല്ലാം ഉള്ള കഴിവ് നമുക്കുണ്ട്. എന്നിട്ടും നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ പാതി വഴിക്ക് വെച്ച് നിർത്തുന്നു. ചിലപ്പം നമ്മുടെ സിറ്റുവേഷനൊക്കെ കൊണ്ടാവാം. എന്നാലും സിറ്റുവേഷൻ എല്ലാം അനുകൂലമായിട്ടും മടി എന്ന ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ പോലുള്ള ബാഡ് ഹാബിറ്റ്സ് കൊണ്ട് ഇതൊക്കെ നിർത്തിപ്പോകുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ 2 കാൻഡിഡേറ്റ്സിനെ പോലെ തന്നെ, അതേപോലെ ഒരു കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പാർവതിയെ പോലെ തന്നെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ, കുറച്ചല്ല നല്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് 895 റാങ്ക് കരസ്ഥമാക്കിയ ഗോകുൽ കൃഷ്ണ മറ്റൊരു കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി, ഇൻസ്പയറിംഗ് സ്റ്റോറി മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോകുലും ഇതുപോലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് നാഡി ഞരമ്പിന് പ്രശ്നമുണ്ടായി വീൽ ചെയറിലും മറ്റുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 2018 ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു ആക്സിഡന്റ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മാമലയിൽ വെച്ച് ഗോകുലിന്റെ ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയായിരുന്നു. ഇടത് കൈ തളർന്നു. നാഡി ഞരമ്പുകൾക്കേറ്റ ക്ഷതം കാരണമാണ് ഇടത് കൈക്ക് ഈ ഒരു തളർച്ച ഉണ്ടായത്. പിന്നീട് പല ചികിത്സകളും നേടി. പക്ഷെ എത്ര ചികിത്സ നേടിയിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. നിരാശയിൽ പഠനം ഉപേക്ഷിക്കാൻ എന്ന ഗോകുലിനെ അധ്യാപകരും സുഹൃത്തുക്കളും വീട്ടുകാരും നൽകിയ പിന്തുണയാണ് മുന്നോട്ട് നയിച്ചത്. കഠിനാധ്വാനത്തിലൂടെ എത്തിപ്പിടിച്ചത് 895 റാങ്ക്. നമ്മളൊക്കെ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ വായിക്കണം. ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെയുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തികളെ പറ്റിയൊക്കെ ശ്രദ്ധിക്കണം. ഇതേപോലെയുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസ്, അവരുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ വായിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ ലൈഫിൽ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ട് കുറച്ച് നേരമെങ്കിലും അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കെല്ലാം ഉള്ള അവസ്ഥയിൽ പോലും നമ്മൾ എത്രത്തോളം ബാക്കിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധം തോന്നാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാവണം അത്തരം കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വായിക്കുന്നത്. കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വഴി നമ്മളെ തന്നെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിക്കുന്നതോടുകൂടി നമ്മളെ പറ്റി നമുക്കൊന്ന് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് എവിടെയാണ്, കഴിഞ്ഞ 5 വർഷം മുൻപ് ഞാൻ എവിടെയായിരുന്നു, ഇനി ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ എവിടെ നിൽക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. പിന്നെ ഈ വർഷത്തെ UPSC എക്സാമിന്റെ റിസൾട്ടിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് ആദ്യത്തെ 100 റാങ്കിൽ 7 മലയാളികൾ വന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ റാങ്ക് നേടിയത് ഒരു മലയാളിയാണ്. മലയാളി സിദ്ധാർത്ഥ് രാംകുമാർ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒരു മലയാളി ഇത്രയും ഉയർന്ന റാങ്ക് നേടുന്നത് ആദ്യമായിട്ടാണ്. മലയാളിയായ PK സിദ്ധാർത്ഥ് രാംകുമാറിന് സിവിൽ സർവീസ് പരീക്ഷയിൽ 4ാം റാങ്ക്. കഴിഞ്ഞ 7 വർഷത്തിനിടെ കേരളത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് സിദ്ധാർത്ഥിലൂടെ നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും ഒരുപാട് മലയാളികൾ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടട്ടെ. എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ അവസാനമായിട്ട് 1ാം റാങ്ക് നേടിയത് 2014 ഹരിത V കുമാർ മാഡമാണ്. അതിനുശേഷം ഒരു മലയാളിയും സിവിൽ സർവീസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടില്ല.
അപ്പം അടുത്ത വർഷം മുതൽ ഓരോ മലയാളികളും 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം അങ്ങനെ മികച്ച റാങ്കുകൾ കരസ്ഥമാക്കട്ടെ. PSC പോലുള്ള പരീക്ഷകളിലും നല്ല നേട്ടം കരസ്ഥമാക്കട്ടെ. PSC, UPSC അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും മലയാളികളൊക്കെ മികച്ച നേട്ടം കൈവരിച്ച് നല്ല ഉന്നത ജീവിത നിലവാരം നേടി നമ്മുടെ സൊസൈറ്റിയൊക്കെ നല്ല രീതിയിൽ സെർവ് ചെയ്ത് ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. താങ്ക്